السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأفضل الصلاة وأتم السلام على سيدنا محمد أشرف المرسلين وعلى آله وأصحابه أجمعين والتابعين ومن تبعهم بإحسان إلى يوم الدين. പ്രിയമുള്ള സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തി പറയുക, അവിടുത്തെ മദഹുകൾ ഉരുവിട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു പുണ്യകരമായ അമലാണ്. അള്ളാഹുവും അവൻ്റെ റസൂലും അവിടുത്തെ സഹാബത്തും എല്ലാം നമ്മെ പഠിപ്പിച്ചതാണ് എന്നാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹിനെ മാത്രമല്ല, മുൻകഴിഞ്ഞ അമ്പിയാക്കളെ, അതുപോലെ ഔലിയാക്കൾ, ഇങ്ങനെ പലരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ മദഹ് ചെയ്തിട്ടുണ്ട്. റസൂലുള്ളാഹിനെ മദഹ് ചെയ്തതിൻ്റെ ഒരായത്ത് നാം ഇന്നലെ പറഞ്ഞു. ഇനി കൂടുതൽ അതിലേക്ക് ഞാൻ നീങ്ങുന്നില്ല. ഏത് ഖുർആനിലാണ്, ഏതിലാണ് മദഹ് ചെയ്തിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്തത്, മറ്റുള്ളവരെ മദഹ് ചെയ്തത്, അത് ലോക മുസ്ലിമീങ്ങൾ ദിവസേന പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിലാണ്. അപ്പോൾ എപ്പോഴും മദഹ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് മുഅ്മിനീങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂലിനെയും മറ്റ് അമ്പിയാക്കളെയും മഹാന്മാരെയും എല്ലാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തങ്ങളെ നഫ്സിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട്. അത് ഒരു അഹങ്കാരം എന്ന നിലക്കല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നിർദ്ദേശിച്ചത് പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ കഴിയും. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. തീർച്ചയായും റബ്ബിൻ്റെ നിഅമത്ത് കൊണ്ട്, തങ്ങൾക്ക് റബ്ബ് ചെയ്ത നിഅമത്ത് തങ്ങളെടുത്ത് പറയണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ അറിയിച്ചു. അതുകൊണ്ട് ആ നിഅമത്ത് എടുത്തു പറയുക എന്ന നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ മഹത്വങ്ങൾ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട്. ഈ ആയത്ത് പഠിപ്പിക്കുന്നത് തന്നെ നമ്മളും അതുപോലെ ശുക്രിന് നന്ദി രേഖപ്പെടുത്തേണ്ടത്, നിഅമത്തിന് ശുക്ർ ചെയ്യേണ്ടത്, അത് നിഅമത്ത് എടുത്തു പറഞ്ഞുകൊണ്ടാണ്. അത് നമ്മൾ പറയണം. എന്തെങ്കിലും ഒരു അനുഗ്രഹം നമുക്ക് ലഭിച്ചാൽ അത് നമ്മൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം. അത് നിഅമത്തിൻ്റെ ശുക്രിൻ്റെ ഭാഗമാണ്. ഇരിക്കട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തൊക്കെ മദഹ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെറിയ ഒരു പരിശോധന. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. എത്രയോ സഹാബത്ത് റസൂലുള്ളാഹിനെ മദഹ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, പാടിയിട്ടുണ്ട്. അവരെപ്പോഴും ആ മദഹിലും സ്നേഹത്തിലും ഹുബ്ബിലും കഴിഞ്ഞവരാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമായ തൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം, മഹാനവറുകൾ പറയാണ്, റസൂലുള്ളാഹിന്റെ സഹാബത്തിൽപ്പെട്ട കുറച്ച് ആളുകൾ പള്ളിയിലിരുന്നു. പള്ളിയിലിരുന്നു കൊണ്ട് ചിലർ പറയുന്നു, ഇന്നല്ലാഹ ഇത്തഖദ ഇബ്രാഹീമ ഖലീല.
ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മദഹ് ചെയ്തുകൊണ്ട് ഒരാൾ പറഞ്ഞു, തീർച്ചയായും അള്ളാഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അവൻ്റെ ആത്മസുഹൃത്താക്കി, ഖലീലാക്കി. വഖാല ആഖർ, വേറൊരാൾ പറഞ്ഞു, മൂസ കല്ലമഹു തക്ലീമ, മൂസാ നബി അലൈഹിസ്സലാം, ആ മൂസാ നബിയോട് അള്ളാഹു തആല നേരിട്ട് സംസാരിച്ചു, കലീം എന്ന സ്ഥാനക്കാരനാക്കി. വഖാല ആഖർ, വേറൊരാൾ പറഞ്ഞു, ഫഈസ കലിമത്തുല്ലാഹി വറൂഹു, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ വചനവും അള്ളാഹുവിൻ്റെ ആത്മാവുമാണ്. വഖാല ആഖറു, വേറെയാൾ പറഞ്ഞു, ആദം മുസ്തഫാഹുല്ലാഹ്, ആദം നബി അലൈഹിസ്സലാം അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്ത ആളാണ്. ഇങ്ങനെ ചില നബിമാരുടെ മദഹുകൾ അവരവിടെ ഇരുന്നിങ്ങനെ പള്ളിയിൽ വെച്ച് പറയുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞത്, ഖദ് സമിഅ്തു കലാമക്കും വഅജബക്കും, നിങ്ങളുടെ സംസാരം, നിങ്ങളെ അത്ഭുതപ്പെടുന്നതൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾ എൻ്റെ മുമ്പ് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ മദഹ് ചെയ്യുന്നത് ഞാൻ കേട്ടു. ഇന്ന ഇബ്രാഹിമ ഖലീലുല്ലാഹ് വഹുവ കദാലിക്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അള്ളാഹിൻ്റെ ഖലീലാണ്, അതങ്ങനെ തന്നെയാണ്, ശരിയാണ് പറഞ്ഞത്. അപ്പോൾ മൂസ നജിയുല്ലാഹ് വഹുവ കദാലിക്, മൂസാ നബി അള്ളാഹിൻ്റെ കലീമാണ്, അതങ്ങനെ തന്നെയാണ്. വഈസ റൂഹുഹു വ കലിമത്തുഹു, ഈസാ നബി അലൈഹിസ്സലാം അള്ളാഹിൻ്റെ റൂഹും കലിമത്തുമാണ്. വഹുവ കദാലിക് വആദ മുസ്തഫാഹുല്ലാഹ് വഹുവ കദാലിക്, ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു തആല പ്രത്യേകം തിരഞ്ഞെടുത്തു, അതും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ റെഡിയാണ്, അതൊക്കെ ശരിയാണ് എന്ന് പറഞ്ഞ് അതൊക്കെ എസ് വെച്ചതിന് ശേഷം പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റസൂലുള്ളാഹിൻ്റെ മദഹ് പറയാണ്, അലാ വ അന ഹബീബുല്ലാഹ് വലാ ഫഖർ, ഓ സഹാബത്തെ അറിയണം, ഞാൻ അള്ളാഹിൻ്റെ ഹബീബാണ്, വലാ ഫഖറ, അതിനേക്കാണ് വലിയ പവറില്ല, അഭിമാനം വേറെയില്ല. വ അന ഹാമിലുൻ ലിവാ അൽ ഹംദ്, ലിവാഉൽ ഹംദ് വഹിക്കുന്ന ആളാണ് ഞാൻ ഖിയാമത്ത് നാളിൽ. തഹ്തഹു ആദമു വമൻ ദൂനഹു വലാ ഫഖർ, അതിൻ്റെ താഴെയായിരിക്കും, അതിൻ്റെ കീഴിലായിരിക്കും ആദം നബി അലൈഹിസ്സലാമും മറ്റുള്ള എല്ലാ ജനങ്ങളും. വലാ ഫഖറ, അതിനും വലിയ അഭിമാനമില്ല. വ അന അവ്വലു ഷാഫിഇൻ വ അവ്വലു മുശഫ്ഫഇൻ യൗമൽ ഖിയാമ, ഞാനാണ് ആദ്യമായി ഖിയാമത്ത് നാളിൽ ശഫാഅത്ത് ചെയ്യുന്ന വ്യക്തി, ഞാനാണ്. വ അവ്വലു മുശഫ്ഫഇൻ, ആദ്യമായി ശഫാഅത്ത് സ്വീകരിക്കപ്പെടുന്നവനും ഞാനാണ് ഖിയാമത്ത് നാളിൽ. വലാ ഫഖറ, അതിലും വലിയ അഭിമാനമില്ല. വ അന അവ്വലു മൻ യുഹർരിഖു ഹലഖൽ ജന്ന, ആദ്യമായി സ്വർഗത്തിൻ്റെ വട്ടക്കണ്ണി പിടിച്ച് കൊടുക്കുന്നവന്, സ്വർഗം ഉദ്ഘാടനം ചെയ്യുന്നവൻ ഞാനാണ്. ഫയഫ്തഹുല്ലാഹു ലീ, അങ്ങനെ അല്ലാഹു തആല എനിക്ക് അത് തുറന്നു തരും. ഫയദ്ഖുലിനഹ, എന്നിട്ട് എന്നെ അല്ലാഹു തആല സ്വർഗത്തിലേക്ക് കടത്തും. വമഈ ഫുഖറാഉൽ മുഅ്മിനീന വലാ ഫഖർ, എൻ്റെ കൂടെ മുഅ്മിനീങ്ങളിൽ നിന്നുള്ള പാവപ്പെട്ടവർ എൻ്റെ കൂടെ ഉണ്ടാകും, അവരിലും വലിയ അഭിമാനമില്ല. ഇങ്ങനെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസ് എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്? പള്ളിയിലിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദഹ് ചെയ്യാമെന്നും, നബിനെ മദഹ് ചെയ്യാമെന്ന് മാത്രമല്ല, മറ്റുള്ളവരെയും മദഹ് ചെയ്യുക, മറ്റുള്ള അമ്പിയാക്കളെയും മദഹ് ചെയ്യുക. അവരാരും ഇപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ഓതില്ലല്ലോ, അവരവിടെ ഇരുന്നിട്ട് അവരെന്ത് ചെയ്യുക, ഓരോ നബിമാരുടെ മദഹ് പറയുകയാണ്. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് യെസ് വെക്കുകയാണ്, അത് ശരി വെക്കുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മദഹുകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അവിടുത്തെ അല്ലാഹു തആല ചെയ്ത അനുഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതന്നെയല്ലേ സുഹൃത്തുക്കളെ നമ്മളും ചെയ്യുന്നത്? പള്ളിയിൽ വെച്ച് മൗലിദ് ഓതുന്നത്, അല്ലെങ്കിൽ മദഹ് പറയുന്നത്,
ഇതൊക്കെയല്ല ഇപ്പം നമ്മളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ മുസ്ലിമീങ്ങൾ മുഴുവനും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതാണ്. റസൂലുള്ള അള്ളി റസൂലും പഠിപ്പിച്ചതാണ്, സഹാബത്ത് പഠിപ്പിച്ചതാണ്. അപ്പം അതൊക്കെ അള്ളി റസൂല് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുകഴ്ത്തി പറയുക, അവിടുത്തെ മദഹ് ചെയ്യുക, അവിടത്തേക്ക് സലാത്ത് ഇല്ല, അങ്ങനെ അവിടെ ചൊല്ലി ചൊല്ലി അവരോടുള്ള ഹുബ്ബ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇൻഷാ അള്ളാഹ് ഇനിയും ഇതിനോട് ചേർത്ത് വെക്കാൻ പലതും പറയാനുണ്ട്. അടുത്ത ക്ലിപ്പിൽ നമുക്ക് കേൾക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. റഹ്മാനായ റബ്ബെ, ഞങ്ങൾ ഈ പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ അള്ളാഹ്. എൻ്റെ ഹബീബിനെ മദഹ് ചെയ്ത കാരണം കൊണ്ട് റബ്ബേ, ഞങ്ങൾ ഇരു ലോകത്ത് നീ രക്ഷപ്പെടുത്തണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് എൻ്റെ പൊരുത്തത്തിലായി നൽകണേ അള്ളാഹ്. അവർക്കും ഞങ്ങൾക്കും മരണം ഖൈറാകുന്ന സമയത്ത് കരിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകണേ അള്ളാഹ്. റഹ്മാനായ റബ്ബെ, ഒരുപാട് ഉദ്ദേശങ്ങൾ നിറവേറാൻ വേണ്ടി ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട് റബ്ബെ. അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ സാധിപ്പിച്ചു കൊടുക്കണേ അള്ളാഹ്. ഞങ്ങൾക്കും ബന്ധപ്പെട്ട പലർക്കും പലവിധ അസുഖങ്ങളുണ്ട്, നീ സുഖപ്പെടുത്തണേ അള്ളാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് എൻ്റെ ഹബീബിൻ്റെ ഹഖ് ബറക്കത്തുകൊണ്ട് റബ്ബേ നീ സലാമത്ത് നൽകണേ അള്ളാഹ്, നീ രക്ഷ നൽകണേ അള്ളാഹ്, നീ കാക്കണേ അള്ളാഹ്. റഹ്മാനായ റബ്ബേ, മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അള്ളാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.